ഹലോ, അസ്സാം വലൈക്കും. റമദാൻ കരീം. എന്താണ് വിശേഷം? നോമ്പൊക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു പണിക്ക് പോകാനില്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പം ഒന്ന് ഞായറാഴ്ചൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് ഞണ്ടും കൂന്തളുമാണ്. നല്ല വലിയ ഞണ്ടും വലിയ കൂന്തളുമാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ മീനെല്ലാം ഫുള്ള് ഞാൻ കട്ടാക്കി വെക്കുകയാണ്. ഒരാഴ്ചക്കുള്ള മീനാണ്. അതിൻ്റെ ഇടയിൽ ഇനി മീനൊന്നും വാങ്ങൂല. അങ്ങനെ അതാ ഫുള്ളും എല്ലാം മുറിച്ചെടുത്ത്, പിന്നെ അത് കുറച്ച് ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് തണുപ്പ് മാറ്റാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാണ്. അപ്പം മീനൊക്കെ അതാ ഫ്രിഡ്ജിലേക്ക് എല്ലാം സെറ്റാക്കി. പിന്നെ നമുക്ക് വൈകുന്നേരം സർവത്തിനുള്ള കസ്കസ് ഒന്ന് പുതിർത്തി വെക്കണം. കസ്കസ് പുതിർത്തി വെച്ചാൽ അതിപ്പോൾ മറന്നു പോയാലും കുറേ ആയാൽ പ്രശ്നമല്ല. എനിക്ക് കുറച്ചെടുത്ത് എല്ലാ ദിവസവും സർവത്തിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കുകയാണ്. നല്ല നാടൻ കുരുമുളകാണ്. അപ്പോൾ അതിന് നമ്മൾ പൊടി വാങ്ങുന്നതൊക്കെ നല്ലതാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ കുരുമുളകൊക്കെ പൊടിച്ചിട്ട് ടിന്നിലാക്കി വെച്ച്, ഇതൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് രാവിലെ ഒരു ഉച്ചക്ക് ചെയ്ത് തീർക്കുന്ന പണിയാണ്. ഈ മീൻ മുറിക്കൽ, ഇങ്ങനത്തെ പൊടിച്ച് വെക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ക്ലീനാക്കി അടിച്ച് തോർത്തി എല്ലാം കഴിഞ്ഞ് കുളിച്ച് പിന്നെ വൈകുന്നേരമാണ് കിച്ചണിക്ക് വന്നത്. വൈകുന്നേരം വന്നിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പം നോമ്പായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, നല്ല വലിയ വലിയ ഉരുളക്കിഴങ്ങാണ് കിട്ടുന്നത്. അങ്ങനെ അത് വേവാൻ വേണ്ടി വെച്ച്, പിന്നെ ചിക്കനൊക്കെ നേരത്തെ മുളകൊക്കെ തേച്ച് വെച്ചിരുന്നു. അപ്പോൾ സ്നാക്സിന് വേണ്ടി അത് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മറ്റേ എല്ലില്ലാത്ത പീസ് മാത്രം എടുത്തിട്ട് ഒരു 4-5 പീസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പകുതി പണിയും കഴിഞ്ഞ പോലാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് അതിനെ പിന്നെ ചെറിയ ഇതാക്കി എടുക്കണം, പൊടിയാക്കി എടുക്കണമല്ലോ. അതൊക്കെ മക്കൾ ചെയ്തോളൂ. പിന്നെ ചട്ടിപ്പത്തിരി ആക്കുന്നുണ്ട്. അതിനുള്ള മൈദ നോക്കുമ്പോൾ മൈദ ഇല്ല അതിന്. അങ്ങനെ കുറച്ച് ഗോതമ്പും മൈദയും കൂട്ടി, ഗോതമ്പാണ് കേട്ടോ, ബാക്കി മൈദ കുറച്ചേ ഉള്ളൂ. നല്ല ഹെൽത്തി സ്നാക്സ് ആണല്ലോ മൈദ ഒഴിവാക്കിയാൽ. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇപ്പോൾ ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് ഇതവിടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞണ്ടാണ് കറി വെക്കുന്നത്. ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കൊക്കെ. അപ്പം ഞണ്ട് കറിയും ദോശയും, ഇനി പത്തിരിയായാലും കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണല്ലോ. അപ്പോൾ അതാ സവാളൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മറ്റേ ഇതാണ് ആക്കുന്നത്, ഇവിടെ എന്താ പറയുക, വറവ് എന്നറിയും. അപ്പോൾ അതാ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമാണ് ഒഴിക്കുക. മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഞണ്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ലോണം വറ്റി വരുമ്പോൾക്ക് പിന്നാണ് അതിലേക്ക് തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ ചട്ടിപ്പത്തിരിക്കുള്ള ഉള്ളി ഫ്രൈ ആയിക്കൊണ്ട് ഇപ്പോൾ കണ്ടോ, കറി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ഞണ്ട് വറവ്, അങ്ങനെയാണ് ഇവിടെ പറയൽ. ഒക്കെ ചില നാട്ടിലെന്തോ പീര ഒതുക്കിയതെന്നോ പീര വറ്റിച്ചെന്നോ പറയും. അങ്ങനെ അതാ ഞണ്ട് കറി റെഡിയായി. അതങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ ബാക്കി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ഫ്രൈ ആവണ്ട കേട്ടോ. ഉള്ളി നല്ല ചതുരത്തിൽ മുറിച്ചിട്ട്, എല്ലാവർക്കും അറിയും ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ഗരം മസാലക്കൊക്കെ വേറെ വേറെ കളറാണ് ഇതിൽ കാണുന്നത്. അതൊന്നും ആരും മൈൻഡ് ആക്കണ്ട. പിന്നെ അതാ ചിക്കനെല്ലാം ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എത്ര ചിക്കൻ ഉണ്ടെന്നോ അത്രയും ടേസ്റ്റാണ്. പിന്നെ അതാ ഇപ്പുറത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കട്ട്ലറ്റ് ഉണ്ടാക്കി കുറച്ച് ഫ്രീസറിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് സ്നാക്സ് ആയല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് 2 ടൈപ്പ് കടികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പീടികയെന്ന് വാങ്ങിയതൊന്നും ശരിയാകുന്നില്ല. അങ്ങനെ എന്നിട്ട് ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ കട്ട്ലറ്റൊക്കെ ഇവിടെ സെറ്റായി. പിന്നെ കുറച്ച് ഇതാ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. നെക്സ്റ്റ് ഇവിടെ ചട്ടിപ്പത്തിരിക്കുള്ള സ്റ്റെപ്പ് ഓരോന്ന് ചപ്പാത്തി പരത്തി പിന്നെ അതിൻ്റെയൊക്കെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ
ഇതിൻ്റെ പ്രോസസ്സ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ട്രിപ്പ് ചപ്പാത്തി, ഒരു ട്രിപ്പ് മസാല, അങ്ങനെയൊക്കെ വെച്ച് ഇത് ഇവിടെ റെഡിയാകുന്നുണ്ട്. ഇത് മുട്ട കുറച്ചും നല്ലോണം പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓയിലില്ലല്ലോ, എണ്ണ ഇല്ലാത്ത സ്നാക്സുമാണ്. അപ്പം കഴിക്കാനും നോമ്പ് തുറക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. അങ്ങനെ അതായത് ഇതിവിടെ സെറ്റായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾക്ക് അപ്പുറത്ത് എന്തെല്ലോ പണികൾ നടക്കുന്നുണ്ട്. ദോശ കരക്കുന്ന, വത്തക്ക ജ്യൂസാക്കുന്ന, അങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടേ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ബാങ്ക് കൊടുക്കാൻ അയച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ അതാ കട്ലറ്റ് കുറച്ച് ഇന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾ ഇതവിടെ സർവത്ത് ഉണ്ടാക്കുകയാണ്. കസ്കസും പഞ്ചസാരയും മറ്റേ കദളിപ്പഴവും കുറച്ച് ലെമണും വേണമെങ്കിൽ ഒഴിക്കുക. അങ്ങനെ അത് നല്ല പോലെ പഴം കുത്തി കുത്തി ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇത് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാ നമ്മളെ ചട്ടിപ്പത്തിരിയായി. പിന്നെ അതാ നമ്മളെ ഇതുണ്ട് സാലഡ്, കക്കിരി, തക്കാളി, ഉള്ളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഇതെല്ലാം അവസാനം അത് ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ അതെല്ലാം ടേബിൾ മേലേക്ക് വെച്ച് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ടേബിൾ മേൽ വെക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ ബാങ്ക് കൊടുക്കലായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന്